എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസം 17/8/2024 കൊല്ലം, കണ്ണൂർ എന്നീ ജില്ലകളിൽ നടന്ന LDC എക്സാമിൻ്റെ ഹിസ്റ്ററി ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. അതായത് ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. തിരുവനന്തപുരത്ത് നടന്ന എക്സാമുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ പ്രാവശ്യവും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പക്ഷേ അതിനെക്കാട്ടിലും കുറച്ചും കൂടി സ്റ്റാൻഡേർഡ്, അതായത് നിലവാരം ഉയർത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് LDC കൊല്ലം, കണ്ണൂർ എന്നീ ജില്ലകളിൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ നോക്കാം. ഒന്നാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. അതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ, അതിലെ 4 പോയിന്റുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത്, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. അതായത് ഈ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുള്ള വ്യക്തിയാണ് നമുക്കിതിൽ താഴെ തന്നിട്ടുള്ളതെന്നാണ്. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ആയിട്ടുള്ള ഒരു പോയിന്റ്. 3, സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. സർദാർ വല്ലഭായ് പട്ടേലിനും അതുപോലെ നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. പിന്നെ ഒരു പോയിന്റ് എന്താണ്? സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ 4 പോയിന്റുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് അറിയുന്നതാണ് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. കാരണം എപ്പോഴും ചോദ്യങ്ങളിൽ കണ്ടുവരുന്നതാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനോടൊപ്പം പ്രവർത്തിച്ച വ്യക്തി ആരാണെന്ന് എപ്പോഴും ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതാണ്. സോ നമുക്ക് ആൻസറിലേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. അവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: VV ഗിരി, KM പണിക്കർ, അതുപോലെ C ശങ്കരൻ നായർ, VP മേനോൻ. ആരാണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തി ആരാണ്? VP മേനോൻ ആണ് അല്ലേ? സോ നമ്മളുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് SCERT ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. 10ാം ക്ലാസ്സിലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇതിൻ്റെ എല്ലാം ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ഹിസ്റ്ററി ചോദ്യങ്ങൾ മുഴുവനും വന്നിട്ടുള്ളത്. സോ നിങ്ങൾ SCERT പഠിക്കേണ്ടത് നിർബന്ധമായിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും ഡീപ്പായിട്ട് തന്നെ ഓരോ വാക്കുകളും മൈന്യൂട്ടായിട്ടുള്ള പോയിന്റുകൾ വരെ വായിച്ചു പോകണം. ഓക്കെ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫിംഗ് ആയിട്ട് 1-2 പോയിന്റുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങൾക്ക് പുറമെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 600ഓളം നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്രമായി നിൽക്കാനോ ഉള്ള അധികാരം നൽകിയ ശേഷമാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടത്. അതുപോലെ തന്നെ അതിനാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന മറ്റൊരു പ്രധാന പ്രശ്നമായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനം. ഇത് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. ഓക്കെ, പിന്നെ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി മലയാളിയായ VP മേനോനെ അദ്ദേഹം നിയമിച്ചു. ഈ ഒരു 2 പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന് ഒരു ലയനക്കരാർ, അതായത് ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ തയ്യാറാക്കി. അതനുസരിച്ച് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം, ഏതൊക്കെയാണ്? പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം. ഓക്കെ, ജനകീയ പ്രതിഷേധങ്ങളും ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രായോഗിക സമീപനങ്ങളും മൂലം ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ലയനക്കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. ഓക്കെ, പക്ഷേ ഏതൊക്കെ നാട്ടുരാജ്യങ്ങളായിരുന്നു വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നത്? ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. പിന്നീട് അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടിയിലൂടെയും രാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തു. ഓക്കെ, 3 നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നത്: ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. അതിൻ്റെ വർഷങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. +2 ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ VP മേനോനെ കുറിച്ചിട്ടും ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. പാലക്കാട് ജില്ലയിലെ
ഒറ്റപ്പാലത്ത് ജനിച്ചു. സ്കൂൾ ജീവിതത്തിനു ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഗവൺമെൻറ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം, ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്, സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നൊരു പോയിന്റാണ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. പിന്നൊരു പോയിന്റ് എന്താണ്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. ഓക്കെ, ഈ 3 പോയിന്റുകളും അതേപോലെ തന്നെ SCERTയിലുള്ള അതേ പോയിന്റുകൾ തന്നെയാണ് നമുക്ക് ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. സോ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മൈന്യൂട്ട് ആയിട്ടുള്ള ഭാഗങ്ങൾ വരെ SCERT പഠിച്ചിട്ട് പോകേണ്ടതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മളുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. ബ്രിസ്റ്റു ആപ്പിൽ ഇപ്പോൾ LDC എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് മാത്രമല്ല, എല്ലാ ലെവലുകൾ പരീക്ഷിക്കുന്നവർക്കും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ്ഫുൾ ആണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഓഗസ്റ്റ് 19 മുതൽ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആരംഭിച്ചിട്ടുണ്ട്. 60 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ആണ്, മെൻറ്റർ സപ്പോർട്ടോട് കൂടിയിട്ട്. അതായത് ഓഫീസ് അറ്റൻഡൻറ്റ് OA, സെക്രട്ടേറിയറ്റ് OA, അതുപോലെ സ്റ്റോർ കീപ്പർ, അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ, ലബോറട്ടറി അസിസ്റ്റൻറ്റ്, ഇങ്ങനെ 5 തസ്തികകളിലേക്കുള്ള പ്രിലിംസ് ആണ് നമുക്കിനി നടത്താൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാർഗറ്റ് പ്രിലിംസ് എന്ന് പറയുന്ന 60 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. സോ എല്ലാവരും ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആപ്പിൽ നിങ്ങൾക്ക് എല്ലാ ലെവലുകൾ, അതായത് 10th, ഡിഗ്രി, 12th, 7th, LP, UP എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിരിക്കും. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളും അതുപോലെ തന്നെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. കാരണം ഇപ്പോഴത്തെ ചോദ്യ രീതിക്ക് അനുസരിച്ചിട്ട് ആയിരക്കണക്കിന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിശീലിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ആപ്ലിക്കേഷനിലൂടെ. അതുകൂടാതെ തന്നെ നമുക്കിപ്പം ബ്രിസ്റ്റു ആപ്ലിക്കേഷനിൽ ബ്രിസ്റ്റു പ്ലസ് എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് പോലെയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സസിലൂടെയും നമ്മുടെ ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും. ഇവിടെ ഈ ഒരു കോർണറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോഴ്സസ് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിൽ നമുക്ക് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് പോലെയുള്ള ക്ലാസ്സുകളാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾക്ക് ക്ലാസ്സസ് എല്ലാം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട്. 890 രൂപയാണ് 6 മാസത്തിന് വരുന്നത്. അതിൽ ജെഫ്സി ഡിസ്കൗണ്ട് 5 എന്ന കോഡ് 8921331609 എന്ന നമ്പറിലേക്ക് ഈ ഒരു കോഡ് നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ 5% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ആപ്പിൽ പ്രീമിയം മെമ്പർഷിപ്പ് എടുത്ത് പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. 6 മാസത്തെ ഡ്യൂറേഷനാണ് ഉണ്ടാവുക. സോ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക. ഓക്കെ, നാറ്റോയുടെ ആസ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തിരുവനന്തപുരത്തെ ക്വസ്റ്റ്യനിലും ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള റിലേറ്റഡ് ഫാക്ടറിൽ നാറ്റോ, സീറ്റോ, സെൻട്രോ, വാൾസോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന എക്സാമിൽ നമ്മൾ ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം പഠിക്കേണ്ടത്. എല്ലാ പോയിന്റുകളും വിട്ടുപോകാതെ തന്നെ പഠിക്കുക. സോ ഇവിടെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നാറ്റോ എന്നാണ് ആരംഭിച്ചിട്ടുള്ളത്? 1949 ശീതസമര കാലത്ത് അമേരിക്കക്കാരാണ് നാറ്റോ ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസിലാണ്, ബെൽജിയം ബ്രസൽസിലാണ് നമുക്ക് അതിൻ്റെ ആസ്ഥാനം വരുന്നത്. അപ്പം നാറ്റോ, സീറ്റോ, സെൻട്രോ, വാൾസോ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയായവയാണ് ചോദിച്ചിട്ടുള്ളത്. സമത്വ സമാജം അയ്യങ്കാളി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമത്വ സമാജം ആരുടേതാണ്? അതെ, വൈകുണ്ഠ സ്വാമികളുടേതാണ് അല്ലേ? ഓക്കെ, വൈകുണ്ഠ സ്വാമികളുടേതാണ് സമത്വ സമാജം. ആത്മവിദ്യാസംഘം ആരുടേതാണ്? വാഗ്ഭടാനന്ദൻ്റെതാണ്. സോ ഈ ഒരു ചേരുംപടി കൊടുത്തിട്ടുള്ളതിൽ ശരിയാണ് ആത്മവിദ്യാസംഘം, വാഗ്ഭടാനന്ദൻ. സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു ആണോ? അല്ല അല്ലേ? സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പൻ്റെതാണ്. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും ശരിയാണ്. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ തന്നെയാണ് VT ഭട്ടതിരിപ്പാട്. ഇവിടെ ഇപ്പോൾ നമുക്ക് 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ 2 വരുന്ന ഓപ്ഷൻ ഏതാണ്? 2ഉം 4ഉം ഓപ്ഷൻ C ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇവിടെ നമ്മൾക്ക് 1 തന്നെ തെറ്റാണെന്ന് കണ്ടതുകൊണ്ട് തന്നെ ഈ 1 വരുന്ന എല്ലാ ഓപ്ഷൻസും നമുക്ക്
ഒഴിവാക്കാം. പിന്നെ വരുന്നത് 3ഉം 4ഉമാണ്. മൂന്നാമത്തത് സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അയ്യങ്കാളിയുടേത് സാധുജന പരിപാലന സംഘമാണ്. സഹോദര പ്രസ്ഥാനം ആരുടേതാണ്? സഹോദരൻ അയ്യപ്പൻ്റെതാണ്. അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെത് എന്താണ്? SNDP ആണ്. ഇത് നമുക്ക് SCERTയിൽ കേരള ഹിസ്റ്ററി ഭാഗത്ത് 10ാം ക്ലാസ്സിൻ്റെ ഒരു ചാപ്റ്ററിൽ, അതായത് കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്ററിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം, ഓക്കെ. ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, അതുപോലെ മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാചീന മലയാളമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം SNDP, ഓക്കെ അല്ലേ. നെക്സ്റ്റ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. പിന്നെ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, മുസ്ലിം മഹാജനസഭ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വക്കം അബ്ദുൽ ഖാദർ മൗലവി. അതുപോലെ വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾക്ക് ശരിയായിരുന്നു. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. പിന്നെ അടുത്തത് പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി, അതായത് NSS, ഓക്കെ, നായർ സർവീസ് സൊസൈറ്റി. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ നമ്മൾ പറഞ്ഞു. പിന്നെ കുമാരഗുരുദേവൻ, അതായത് പൊയ്കയിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്ന കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷ ദൈവസഭ. ഇത്രയും പോയിന്റുകൾ നമുക്ക് ഈ ഒരു പേജിൽ തന്നെ പഠിക്കാൻ വേണ്ടി പറ്റി. നെക്സ്റ്റ് വരുന്ന എക്സാമിന് നിങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണെന്ന് രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്? ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തത് പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കുന്നതാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. ഇങ്ങനെ 4 പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. മൗണ്ട് ബാറ്റൻ പദ്ധതിയുമായിട്ട് ഉൾപ്പെടാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഉൾപ്പെടുന്നതും ഉൾപ്പെടാത്തതും, അതുപോലെ തെറ്റായ പ്രസ്താവന, ശരിയായ പ്രസ്താവന. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് നിങ്ങൾ കൃത്യമായി വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൽ ആൻസർ നമുക്ക് നോക്കാം. അതിനു മുന്നേ ഇത് എവിടെ നിന്നാണ് ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കാം. സമരവും സ്വാതന്ത്ര്യവും എന്നുള്ള പാഠഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് SCERTയിലെ 10ാം ക്ലാസ്സിലെ ഇന്ത്യൻ ഹിസ്റ്ററി ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ്. കൃത്യമായിട്ടൊരു പോയിന്റ് പറയുന്നുണ്ട് അല്ലേ. സോ ഈ ഒരു പ്രസ്താവന മൗണ്ട് ബാറ്റൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഒന്നെന്താണ്? പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കേണ്ടതാണ്. ഈ ഒരു പ്രസ്താവനയും ശരിയാണ്. അപ്പം പിന്നെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുള്ളത് വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു ഹിതപരിശോധന നടത്തുന്നതാണ്. പിന്നൊന്നാണ് ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. ഇത്രയും പോയിന്റുകളാണ് നമുക്ക് ആ ഒരു മൗണ്ട് ബാറ്റൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. സോ അതിൽ ഈ ഒരു 3 പോയിന്റുകളല്ലാതെ ഇങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടോ? ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തീരുമാനിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നിർദ്ദേശിക്കുന്നതാണ് എന്ന്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? റോങ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ A ആണ് തെറ്റായിട്ടുള്ള, അതായത് ഉൾപ്പെടാത്ത പ്രസ്താവനയായിട്ട് പറഞ്ഞിട്ടുള്ളത്. സമരവും സ്വാതന്ത്ര്യവും എന്നുള്ള ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അങ്ങനെ 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കുകയും ഇന്ത്യ പാകിസ്ഥാൻ എന്നീ 2 സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വരികയും ചെയ്തു. അതുകൂടാതെ ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് ജവഹർലാൽ നെഹ്റു ചുമതലയേൽക്കുകയും ചെയ്തു. അതുപോലെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ കുറിച്ച് നമ്മൾക്ക് ഒരു പോയിന്റും കൂടി നോക്കാം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. നമുക്ക് കഴിഞ്ഞ തിരുവനന്തപുരം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒന്നായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫാക്ടറും കൂടി ഇവിടെ നോക്കാം. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ.
ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തെ ഇന്ത്യയുടെ വിഭജനം ദുഃഖിപ്പിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട അദ്ദേഹം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ കുറിച്ചുള്ള പോയിന്റുകളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമുക്ക് വരുന്ന എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഭാഗങ്ങളാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഫ്രഞ്ച് റെവല്യൂഷൻ ആണ്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞിട്ടുള്ളത് ലൂയി 11 എന്ന് പറയുന്നു. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 എന്ന് പറയുന്നു. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് മേരി ആന്റോയിനെറ്റ് ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ആൻഡ്രോയിനെറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ 1, 3 ശരി, 2, 3 ശരി, 1, 2 ശരി, ഓപ്ഷൻ ഡി 3 മാത്രം ശരി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതും നമുക്ക് SCERT പാഠഭാഗത്ത് നിന്നിട്ടുള്ള വേൾഡ് ഹിസ്റ്ററിയിലെ ഭാഗവുമായിട്ട് ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നുള്ള ചാപ്റ്ററുമായിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേ ചാപ്റ്ററിലെ അതേ കട്ടിങ്സ് തന്നെയാണ് നമ്മുടെ ആപ്പിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത്? ആരാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത്? ലൂയി 11 പറഞ്ഞിട്ടുള്ളത്. ആണോ? ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ് അല്ലേ? ഓക്കെ, ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ലൂയി 14 മറ്റൊന്നായിരുന്നു എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 എനിക്ക് ശേഷം പ്രളയം ലൂയി 15. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ? മേരി ആന്റോയിനെറ്റ് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ് അല്ലേ? ഓക്കെ, മറ്റൊന്ന് 2 പോയിന്റുകളും കൂടി ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ദരിദ്ര കർഷകരുടെ പ്രവർത്തനങ്ങളെക്കാൾ അസംതൃപ്തരായ ഇടത്തരക്കാരുടെ പ്രവർത്തനമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണം എന്ന് രേഖപ്പെടുത്തിയത് ആരാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്? വിൽ ഡ്യൂറന്റ് ആണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവം പശ്ചാത്തലമാക്കിക്കൊണ്ട് ചാൾസ് ഡിക്കിൻസ് രചിച്ച ലോക പ്രശസ്ത നോവലാണ് എ ടെയിൽ ഓഫ് 2 സിറ്റീസ് എന്ന് പറയുന്നത്. എ ടെയിൽ ഓഫ് 2 സിറ്റീസ് എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ്, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആരാണ്? മെറ്റേണിക് ആണ് അല്ലേ? അതായത് ഓസ്ട്രിയൻ ഭരണാധികാരി ആയിട്ടുള്ള മെറ്റേണിക് ആണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്നുള്ളത്. ഓക്കെ, ഫ്രഞ്ച് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാവർക്കും അറിയാം 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ എസ്റ്റേറ്റ്, രണ്ടാം എസ്റ്റേറ്റ്, അതുപോലെ മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നവരാണ് പുരോഹിതന്മാർ എന്ന് പറയുന്നത് അല്ലേ? പുരോഹിതന്മാർ അതിൽ ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. കർഷകരിൽ നിന്നും തിതേ എന്ന പേരിലുള്ള നികുതി പിരിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നവരാണ് പുരോഹിതർ, അതായത് ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ. അതുപോലെ ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിരുന്നവരും ഒന്നാം എസ്റ്റേറ്റിൽ ഉള്ള പുരോഹിതരായിട്ടുള്ളവരായിരുന്നു. ഓക്കെ, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ആരൊക്കെയാണ് പറയുന്നത്? പ്രഭുക്കന്മാരാണ് അല്ലേ? പ്രഭുക്കന്മാരാണ്. സൈനിക സേവനം നടത്തിയത് പ്രഭുക്കന്മാരായിരുന്നു. അതുപോലെ കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചിരുന്നതും വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്നതും ഒക്കെ ആരാണ്? പ്രഭുക്കന്മാരാണ്. നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബര ജീവിതം നയിച്ചു. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. ഇങ്ങനെ ചിലപ്പം ഓരോന്ന് പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങളോട് ചോദിച്ചിട്ട് ഇത് ഏത് എസ്റ്റേറ്റിൽ പെടുന്നതാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് രീതിയിലേക്ക് ചോദ്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. സോ എല്ലാം കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അടുത്ത നമ്മൾ നോക്കുന്നത് മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ്. ഇതിലാണ് ഉൾപ്പെടുന്നത് ആരൊക്കെയെന്ന് നോക്കാം. കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗം, കർഷകർ, കൈത്തൊഴിലുകാർ. ഇത്രയും പേരാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താഴ്ന്ന സാമൂഹിക പദവി ഉള്ളവരായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ. അതുപോലെ പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭരണത്തിൽ ഒരവകാശവും ഇല്ലാത്തവരാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ. തൈലെ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. തിതേ ഒന്നാമത്തെ എസ്റ്റേറ്റ് ആണ്. ഇവിടെ എന്താണ്? തൈലെ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ്
ഒന്നാമത്തെ സ്റ്റേറ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ് എന്നിവയിൽ അടങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം SCERT ചാപ്റ്ററിൽ ഉള്ളതാണ്. ഓക്കെ, എല്ലാവർക്കും ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും SCERT ചാപ്റ്റർ ഏതൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ മാത്രമല്ല, +1 +2 ചാപ്റ്റേഴ്സും നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. 5ാം ക്ലാസ് മുതൽ 10 വരെയും അതുപോലെ +1 +2 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുക കൃത്യമായിട്ട്. നല്ല രീതിയിൽ തന്നെ SCERT പഠിക്കാനുള്ള സമയം കണ്ടെത്തുക. പഠിക്കുക മാത്രം ചെയ്യാതെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പരിശീലിക്കാനും കൂടി ശ്രമിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. +2 ലേണിംഗ് ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. സോ അതെല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കുക. എക്സാമിന് പോകുന്നതിന് മുന്നേ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ 10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ട്, പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ടാർഗറ്റ് പ്രിലിംസിൽ എല്ലാവരും ഭാഗമാകാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.